Hey guys, welcome back to the channel. So ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി എനിക്കറിയാം. സോറി ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. എന്നാലും സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ റിവ്യൂവിന് തൊട്ട് മുമ്പ് ചെറിയൊരു ഹിസ്റ്ററി ക്ലാസ്. അതായത് OnePlus ഫോണിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, പണ്ട് തൊട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ ബ്രാൻഡിങ് ഇവർ കൊടുക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നാണെങ്കിലും ഫ്ലാഗ്ഷിപ്സിനെ വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഇവർ എപ്പോഴും പിൻപിലായിരുന്നു. ആ 3 കാര്യങ്ങൾ ഇവർ ഈ ഫോണിലൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കാരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇതിൻ്റെ ക്യാമറാസ്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്സ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറാസ് എപ്പോഴും ഒരു പടി താഴെയായിരുന്നു. അപ്പോൾ അത് ഇതിലിവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ IP റേറ്റിംഗ് ആണ്. സോ IP റേറ്റിംഗ് എന്നൊരു കാര്യം ഇവർ എല്ലാ ഫോൺസിലും സ്കിപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തവണ ഒഫീഷ്യലി IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് വയർലെസ് ചാർജിങ്. അതും വെറും വയർലെസ് ചാർജിങ് മാത്രമല്ല, ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ആണ് ഇവർ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 30 വാട്ട്സ് വയർലെസ് ചാർജിങ് ആണ് കമ്പനി ഇതിന് ക്ലെയിം ചെയ്യുന്നത്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജായ ഒരു കംപ്ലീറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആദ്യമായിട്ടാണ് OnePlusൻ്റെ സൈഡിൽ നിന്ന്. ഈ കംപ്ലീറ്റ് പാക്കേജിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ സ്പെക്സ്. സോ ഇതിൻ്റെ സ്പെക്സ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഓരോ കാറ്റഗറിയിലും ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ള സ്പെക്സ് തന്നെയാണ് OnePlus ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ സ്പെക്സ് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു ലാഗ്സോ ഹാങ് ഇഷ്യൂ ഒന്നും ഈ ഫോണിന് ഇല്ല. എന്തൊരു കാര്യം തന്നെ നമ്മൾ ഈ ഫോണിൽ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് ഭയങ്കര സ്മൂത്തായിട്ട് ഫ്ലോലെസ് ആയിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ PUBG എടുക്കുകയാണെങ്കിൽ HDR+ എക്സ്ട്രീം എന്ന സെറ്റിങ്സിൽ യാതൊരു തരത്തിലൊരു ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാതെ നമുക്കിതിൽ ഗെയിമിംഗ് സാധ്യമാണ്. ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ OnePlus സ്റ്റൈലിംഗ് തന്നെയാണ് ഈ ഫോണിനും കൊടുത്തിട്ടുള്ളത്. പഴയ OnePlus 6, OnePlus 7 ഏകദേശം ആ ഡിസൈൻ ക്യൂ തന്നെയാണ് ഈ ഫോണിലും അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ഡിസൈൻ കുറച്ചുകൂടെ അവർ റിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആൻറ്റിന ബാൻഡ്സും അതുപോലെ ടോപ്പിൽ വരുന്ന ആ റിഡ്ജ് മൊത്തത്തിൽ ഫോണിൻ്റെ ഒരു ഓവറോൾ പ്രീമിയം ഫീല് കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ 2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ ബമ്പാണ്. അപ്പോൾ ഈ ക്യാമറ ബമ്പ് കാരണം തന്നെ ടേബിളിൽ ഫ്ലാറ്റായിട്ട് ഫോൺ ഇരിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കേർവ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. സോ കേർവ്ഡ് സ്ക്രീൻസിനേക്കാൾ എനിക്ക് പേഴ്സണലി എന്തുകൊണ്ട് ഇഷ്ടം ഫ്ലാറ്റ് സ്ക്രീൻസ് തന്നെയാണ്. അപ്പോൾ ആക്സിഡൻ്റൽ ടച്ചസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ വരുന്നത് ഒരു 6.78 ഇഞ്ച് ക്വാഡ് HD പാനലാണ്. ഇത് മാത്രമല്ല, ഈ പാനലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് 120 Hz ആണ്. 2, ഇത് HDR10+ സർട്ടിഫൈഡ് ആണ്. 3, ഇതൊരു 10-bit കളർ ഡിസ്പ്ലേ ആണ്. സോ ഓൾമോസ്റ്റ് സാംസങ് ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി കിട്ടുന്ന ഒരു സ്ക്രീനാണ് ഈ ഫോണിൽ വരുന്നത്. ഡിസ്പ്ലേ മീറ്റ് ഇതിന് A+ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഡിസ്പ്ലേക്ക് അകത്ത് തന്നെയാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറയും വരുന്നത്. ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ ഈ ചെറിയൊരു ആനിമേഷനും നമുക്ക് ഈ ഫോണിൽ കാണാൻ പറ്റും. അതുപോലെ ബ്രൈറ്റ്നസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ബ്രൈറ്റ്നസ് ഉണ്ട് ഈ ഫോണിന്. ഈ ഡിസ്പ്ലേയുടെ അടിയിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത്. സോ അത്യാവശ്യം ഫാസ്റ്റും റിലയബിളും ആയിട്ടുള്ളൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഇത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ ഇഷ്യൂസിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ഉപയോഗിച്ച സമയത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ഇഷ്യൂസും തോന്നിയില്ല. ഞാൻ ചോദിച്ചിരുന്നത് പോലെ പല ബ്രൈറ്റ്നസ് ലെവലിലെല്ലാം സെറ്റ് ചെയ്ത് നോക്കി, എനിക്കങ്ങനെ ഒരു ഇഷ്യൂസും തോന്നിയില്ല. അടുത്ത് ഇതിൻ്റെ ബാറ്ററി പറ്റി നമുക്ക് സംസാരിക്കാം. 4510 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അത് അത്യാവശ്യം പവർ കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ ഗെയിമിങ്ങിനൊന്നും അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. ഈ ഫോണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 to 5.5 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. എൻ്റെ ടെസ്റ്റിങ്ങിൽ എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു എൻഡ്യൂറൻസ് ആണ് ഈ ബാറ്ററിയിൽ നിന്ന് കിട്ടിയത്. ഞാൻ യൂഷ്വലി OnePlus ഫോൺസിൽ ബാറ്ററിയെ പറ്റി വെറീഡ് അല്ല, കാരണം അത്രയും ഫാസ്റ്റായിട്ട് അത് ചാർജ് ആവും. ഇപ്പോൾ തന്നെ 32 to 42 10% ബാറ്ററി കയറാൻ ഓൾമോസ്റ്റ് 4 minutes എടുത്തിട്ടുള്ളൂ. 90 Hz ഒരു ഓപ്ഷനായിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, കാരണം നമുക്കതിൽ ഹൈ റിഫ്രഷ് റേറ്റും കിട്ടും, പക്ഷേ ബാറ്ററി കൺസംഷൻ കുറച്ച് കുറയ്ക്കാനും പറ്റും. ഇനി നമുക്കിതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഇതിൻ്റെ നോർമൽ ക്യാമറയിൽ എടുത്തതും റൈറ്റ് സൈഡിലുള്ള ഇതിൻ്റെ അൾട്രാ വൈഡിലും എടുത്ത കുറച്ച് സാമ്പിൾസാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. സാച്ചുറേഷൻ കുറച്ച് കൂടുതലാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഓൾമോസ്റ്റ് ഇൻസ്റ്റഗ്രാം റെഡി എന്ന് വേണമെങ്കിൽ പറയാം. ഫിൽറ്റേഴ്സ് ഒന്നും തന്നെ നിങ്ങൾ ഇടണ്ട. ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുടെ കളേഴ്സ് കുറച്ചുകൂടെ ട്രൂ ടു ലൈഫാണ്, കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ഓവർ സാച്ചുറേറ്റഡ് അല്ല മെയിൻ ക്യാമറയെ പോലെ. ഇൻഡോഴ്സിലാണെങ്കിലും വളരെ നല്ല ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. ലൈറ്റ് അത്യാവശ്യം കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ഫോട്ടോസ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. യൂഷ്വലി ഫോൺസിൽ മാക്രോ ക്യാമറാസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ബിക്കോസ് ഫോർ നെയിം സേക്ക് അവർ ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. പക്ഷേ ഇതിൻ്റെ മാക്രോ മോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ക്ലോസപ്പായിട്ട് മാക്രോ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ നൈറ്റ് സ്കേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫോട്ടോ ആണ് നൈറ്റ് സ്കേപ്പ് ഓൺ ചെയ്തെടുത്ത് നമുക്ക് ഷാഡോസിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ട് കിട്ടും. ഇതുകൂടാതെ ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് നൈറ്റ് സ്കേപ്പ് ഫോട്ടോസ് എടുക്കാം. ക്വാളിറ്റി കുറച്ച് കുറവാണെങ്കിലും യൂസബിൾ ഫോട്ടോസ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ OnePlus 8 Proയിലെ ഫോട്ടോക്രോമാറ്റിക് ഫിൽറ്റർ റീറ്റെയിൽ യൂണിറ്റ്സിൽ നിന്ന് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നോർമൽ ഒരു ഡെപ്ത് ക്യാമറ ആയിട്ടാണ് ആ സെൻസർ വർക്ക് ചെയ്യുന്നത്. ഞാനധികം സെൽഫീസ് എടുക്കാറില്ല, എന്നാലും സെൽഫീസിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് സൂപ്പർ സ്റ്റേബിളാണ്. സോ ഇത് ഞാൻ ജസ്റ്റ് നടക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ളൊരു വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ലിറ്ററലി ഓടുകയാണ്, എന്നിട്ടും അത്യാവശ്യം സ്റ്റേബിൾ തന്നെയാണ് നമ്മുടെ വീഡിയോ. ഇത് ഞാനിപ്പോൾ 4K 30 റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഇത് കൂടാതെ നമുക്ക് 4K സിനി എന്നൊരു ഓപ്ഷനുണ്ട്. ഇതിൽ ജസ്റ്റ് നമ്മുടെ ആസ്പെക്ട് റേഷ്യോ 21:9 ഷിഫ്റ്റ് ആവും. അപ്പോൾ കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് ഫീലുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. OnePlus ഫോണുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ ഇതിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ്. ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയാണ് ഓക്സിജൻ OS. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു UI ആണ് ഓക്സിജൻ OSനുള്ളത്. അതുപോലെ യാതൊരു തരത്തിലുള്ള ആഡ്സോ ബ്ലോട്ട് പേഴ്സോ ഒന്നും തന്നെ ഓക്സിജൻ OSൻ്റെ കൂടെ വരുന്നില്ല. എല്ലാ ആനിമേഷൻസും ഭയങ്കര സ്മൂത്താണ്. യാതൊരു തരത്തിലുള്ളൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് വിത്ത് സം അഡീഷണൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ്, അതാണ് ഓക്സിജൻ OS. റിവ്യൂ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ OnePlusൻ്റെ ആദ്യത്തെ കംപ്ലീറ്റ് പാക്കേജായ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് OnePlus 8 Pro. ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കണ്ടുവരുന്ന ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനത്തെ ഒരു ഫോൺ ആദ്യമായിട്ടാണ് OnePlusൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഡൗൺ സൈഡ്സ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ വെയിറ്റാണ്. സോ അത്യാവശ്യം വലിയ ഫോണാണ്. ഞാൻ പറഞ്ഞതുപോലെ 6.78 ഇഞ്ചും അതുപോലെ 4510 mAh ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഫോണാണ്. ആൻഡ് കൊണ്ടുനടക്കാൻ കുറച്ച് വെയിറ്റ് ഉണ്ട്. പലർക്കും അതൊരു ഇഷ്യൂ ആയില്ലായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി ചെറിയ ഫോണുകളോടാണ് താല്പര്യം. സോ ഇത്രയേ ഉള്ളൂ. റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ്സ് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.